ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു മാംഗോ ഐസ്ക്രീം റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 4 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. 2-3 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടി നമ്മൾ വറുത്തിട്ടാണ് ഐസ്ക്രീമിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒട്ടും ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഐസ്ക്രീമിൽ കിട്ടില്ല. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അടുത്ത് നമുക്ക് പാലൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഇവിടെ 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എന്ന കണക്കിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിൽ 1/4 കപ്പ് പാല് മാറ്റി വെച്ച് ബാക്കിയുള്ളത് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഇതൊരു 3-3.25 കപ്പ് ആവുവോളം നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ പാല് കുറുക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടും. ഇപ്പോൾ ഇത് ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 9 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം ആകുമ്പോൾ അത്യാവശ്യം നല്ല മധുരം വേണം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇതിലേക്ക് ഒട്ടും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/4 കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടും കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കുറുകി വന്ന പാലിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കൈയിടക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ കരിയാൻ ചാൻസ് ഉണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അടിയിൽ പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടിയിൽ പിടിച്ചാൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും. ചെറുതായി കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കുന്നതാണ്. ഇത് ഇനി നല്ല തിക്കായി വരുന്നത് വരെ നമുക്ക് കുറുക്കിയെടുക്കണം. ഈ പരുവത്തിലാവുന്നത് വരെ നമ്മളിത് കുറുക്കിയെടുക്കണം, എങ്കിലേ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടെ തിക്കായി കിട്ടും. ഇപ്പോൾ നമ്മുടെ പാലിൻ്റെ കൂട്ട് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 2 കപ്പോളം വരും. ഈ മാങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത, നല്ല കളറില്ല, മധുരമുള്ള മാങ്ങ തന്നെ ഐസ്ക്രീമിലേക്ക് എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് നല്ല പോലെ കവർ ചെയ്തതിന് ശേഷം 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. 2 മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും മിക്സിയിലിട്ടിട്ട് നല്ല പോലെ അടിച്ചെടുക്കണം. ഇനി വീണ്ടും നമുക്കിത് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ കവർ ചെയ്തതിന് ശേഷം 8 to 10 ഹവേഴ്സ് ഇത് ഫ്രീസറിൽ വെച്ച് നല്ല പോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം.
ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും ഇഷ്ടമാവും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.